ഞാൻ സംവിധാനം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡ്രാമയിൽ അച്ഛൻ അഭിനയിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പം കാരണം ഒന്നും പഠിക്കാതെ ഞാൻ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഏത് വർഷം 2006-2007 സമയത്തൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ എന്നെ ഇറക്കി വിടാൻ കാരണം എന്നോട് ചോദിച്ചു, ഇനി എന്താണ് ധ്യാൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമയാണ് താല്പര്യം, ഇറങ്ങിപ്പോടാം. ഇങ്ങനെയാണ് എന്നെ പുറത്താക്കുന്നത്. കാരണം പുള്ളിക്ക് അറിയാം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമില്ലെന്ന്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നിൻ്റെ അച്ഛൻ സിനിമയാണ്, നീ ആ വഴിക്ക് അച്ഛനോട് പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിട്ടാ. കാരണം സിനിമയോട് എനിക്ക് ഒരു ഇത് താല്പര്യമില്ലെന്ന് പുള്ളിക്ക് അറിയാം. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് അച്ഛൻ എന്നെ പുറത്താക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ വാശി ഉണ്ടായിരുന്നു, അതെന്താണ് സിനിമ ഒരാളുടെ. അപ്പോൾ എൻ്റെ ചിന്ത ഇതാണ്, സ്കൂൾ മാഷായ ശ്രീനിവാസൻ സിനിമയിൽ വരാമെങ്കിൽ എന്തുകൊണ്ട് ശ്രീനിവാസൻ്റെ മകനായി എനിക്ക് സിനിമയിൽ വന്നുകൂടാ. അപ്പോൾ സിനിമ ഒന്ന് അറിയണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നാട് വിട്ട് പോകുന്നത്. പിന്നെ ബുദ്ധിമുട്ടായി പഠിക്കാനുള്ള സിനിമ ഇനി പഠിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത്, അതും പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ പക്ഷെ പഠിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്നു. ഇത് ആ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു ഒരു കുറച്ച് കാലം. അതൊക്കെ കഴിഞ്ഞിട്ട് സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ മറ്റേ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ പറഞ്ഞ പോലെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സിനിമാ സംവിധാനം ഇതാണ്, ഒരു ചെറിയൊരു വേഷം നയൻതാരയുടെ അച്ഛനായിട്ടാണെന്ന്. പുള്ളി ഒന്നും കഥ പോലും കേൾക്കാതെ ഓക്കെ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അപ്പം എൻ്റെ ഒരു കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നയൻതാരയുടെ അച്ഛനായതുകൊണ്ടാണോ ഇനിയിപ്പോൾ, അല്ലെങ്കിൽ വേറെ ആരുടെ അച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സാധാരണ എല്ലാം കഥ കേട്ട് ഓക്കെ പറയുന്ന ആളാണ്. അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹമാണോ നയൻതാരയാണ് അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഒന്നും കഥ പോലും ചോദിച്ചില്ല. പുള്ളി അഭിനയിക്കാൻ വേണ്ടി തലേ ദിവസം വന്നപ്പോഴേക്കും പുള്ളിക്ക് അറ്റാക്ക് വന്ന് പുള്ളി കൊളാപ്സായി. അങ്ങനെ ഷൂട്ട് നിർത്തിവെച്ചു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം ഇത് അച്ഛൻ നടന്നില്ലല്ലോ. അപ്പം പുള്ളി അവിടെ നമ്മളെ ഒന്ന് തളർത്തി. പക്ഷെ പുള്ളി പൂർവാധീന ശക്തിയോടെ തിരിച്ചു വന്നു. പുള്ളി വന്ന് അഭിനയിച്ചു. അപ്പോൾ ആക്ഷൻ പറയുന്ന ആ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ സാധനമാണ്.